ഇന്നത്തെ വർക്കൗട്ട് ഇറ്റ്സ് ഗോയിങ് ഗുഡ്. കാരണം ഞാനൊരു 9:30 തുടങ്ങിയതാണ്. ഞാൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് 10:40. 1 മണിക്കൂർ ആവാറായി. നോട്ട് ടയർഡ് യെറ്റ്. നോട്ട് ഫക്കിങ് ടയർഡ് യെറ്റ്. There's so much energy in me right now. റിസർവിൽ കുറേ എനർജി ഉള്ളൊരു തോന്നുന്നു. നോട്ട് ടയർഡ് ബ്രോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നലെ രാവിലെ പോയിട്ട് രാത്രിയാണ് ഞാൻ വന്നത്. ആൻഡ് ഇന്നലെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് 12:30. അഗെയിൻ ഇന്ന് രാവിലെ 5 മണിക്ക് എണീറ്റു. വെൻ ടു ഓഫീസ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ 9 മണി. 9 മണിക്ക് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ആൻഡ് ഐ ഹാഡ് 1 മീൽ ടുഡേ. ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് സെക്കൻഡ് മീൽ ഞാൻ കഴിക്കിപ്പോൾ. ആൻഡ് ഐ ഷോ യു വാട്ട് ഐ എം ഗോയിങ് ടു ഈറ്റ്. സോ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് നൗ ദ ടൈം ഇസ് ഓൾമോസ്റ്റ് 11. 1.5 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്തു. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നെന്തോ കഴിക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഞാൻ ഇന്നൊരു മീൽ എടുത്തിട്ടുള്ളൂ ഇന്നത്തെ ദിവസത്തെ. മൈ സെക്കൻഡ് മീൽ, മൈ ഡിന്നർ. ഐ ഷോ യു ദിസ് ചിക്കൻ. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന്. ഓക്കെ, ഈ പാത്രത്തോടെ 451 ഓർത്ത് വെച്ചോ. ഓക്കെ, ഞാൻ ചൂടായിട്ടുണ്ടോ. Here you want to use some butter because fat, that's important. Cutting fish fat കഴിക്കരുതെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല. യു ഷുഡ് ഇൻക്ലൂഡ് ബട്ടർ ഓർ ഗീ. 451 still. മുട്ട ചിക്കൻ ഇവിടെ ഇടുന്നുണ്ട്. എനിക്ക് പ്ലേറ്റ് €. നമ്മൾ ആദ്യമൊക്കെ 451 ആയിരുന്നു. 120. So 451 minus 120, 331. 331 ഗ്രാം ചിക്കൻ. അല്ല 331 ഗ്രാം ചിക്കനാണ് കിടക്കുന്നത്. സോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വെറുതെ കഴിയുന്നത് നമുക്ക് മൈ ഫേവറേറ്റ് തിങ്. വെറും മാഗി അല്ല, ചിക്കൻ നൂഡിൽസ്. എനിക്ക് മാഗിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ്. മറ്റേ നോർമൽ മാഗിനെക്കാട്ടിലും ദിസ് ഇസ് മൈ ഫേവറേറ്റ്.
സോ ദിസ് ഇസ് അവർ ഫുഡ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ദിസ് ഇസ് മൈ ഫക്കിംഗ് ഡിന്നർ ടു നൈറ്റ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഇതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ കാർബ് അതെല്ലാം ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഐ വിൽ ടെൽ യു. ടുഡേ ഇസ് എ ഗുഡ് ഡേ. 5 മണിക്കൂർ ഉറക്കം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 മണിക്കൂർ ഉറക്കം. എല്ലാം വെച്ചിട്ടാണെങ്കിൽ പോലും ഐ വാസ് ഫീലിംഗ് ഫക്കിംഗ് എനർജറ്റിക് ടുഡേ. എനിക്ക് ഒരിക്കൽ പോലും ഞാൻ ടയർഡാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വയ്യെന്നോ അല്ലെങ്കിൽ നിർത്താമെന്നോ ഒന്നും തോന്നിയില്ല. ഐ വാസ് ഗോയിങ് അറ്റ് ഇറ്റ് ആസ് ഹാർഡ് ആസ് ഐ ക്യാൻ. കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് നന്നായിട്ട് ചെയ്തു. ഐ വാസ് സോ ഇൻ ടു ഇറ്റ്. ഐ ഡിഡ്ന്റ് വോണ്ട് ടു സ്റ്റോപ്പ്. പക്ഷേ ഞാൻ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നും ഉറങ്ങാൻ ചെയ്യില്ല. നാളെ രാവിലെ എനിക്ക് വീണ്ടും പോകണം. അന്നേരം ഐ ഗെറ്റ് സ്ക്രൂഡ്. സോ ഞാൻ ഇത്ര പറയുള്ളൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം തിങ്കിങ് ബുൾഷിറ്റ്. എനിക്കതാണ് മനസ്സിലാത്തത്. നിങ്ങൾ പലരും പറയുന്നത് എനിക്കതാണ്, എനിക്ക് വിഷമമാണ്, എനിക്ക് സങ്കടമാണ്, എനിക്ക് ഡിപ്രഷനാണ്, അതാണ് ഇതാണ് മറ്റാണ് പ്രശ്നമാണ്. എനിക്കതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് ഇതിൽ മാത്രം സമയം എവിടെ ഇരിക്കുന്നത് ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടാനായിട്ട്? എനിക്കതാണ് മനസ്സിലാവാത്തത്. എനിക്കതിന് സത്യം പറയാല്ല. ഐ ഡോണ്ട് ഹാവ് ദ ടൈം ടു സിറ്റ് ആൻഡ് കോൺടംപ്ലേറ്റ് ഹൗ ഐ എം ഫീലിംഗ്. അതില്ല, ദാറ്റ്സ് അനദർ ഷിറ്റ്. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ എനിക്കറിയാവുന്നവരോടാണെങ്കിൽ എന്നോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ തലയ്ക്കുള്ളിലിരിക്കുന്ന ഒരു സാധനം ഭയങ്കര പവർഫുള്ളാണ്. ഇറ്റ് വിൽ ക്വിക്ക്ലി ടേക്ക് കൺട്രോൾ ഓവർ യു. സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇത് നിങ്ങളല്ല കൺട്രോൾ ചെയ്യേണ്ടത്, നിങ്ങളാണ് ഇതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് യെറ്റ് ഇറ്റ് ഇസ് സിമ്പിൾ. ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് യെറ്റ് സിമ്പിൾ. അത് മനസ്സിലാവുന്നവർക്ക് ഓക്കെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് പലരും 10 പേര് കാണുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തായാലും സം സെൻസ് എന്ന് തോന്നി കാണും. ബാക്കിയുള്ള 9 പേരും പറഞ്ഞ് നീ എന്ത് തേങ്ങ പറയുന്നതെന്നായിരിക്കും ചോദിച്ചോ. ഇങ്ങനെ ചോദിക്കുന്നവരില്ലേ, നിങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇഷ്ടംപോലെ സമയം ഇരിക്കുകയാണ് വീട്ടിൽ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്കിതാണ് മറ്റാണ് പ്രശ്നം. ബ്രോ എന്തുവാ ഈ പറയുന്നത്? ഡിപ്രഷൻ, വാട്ട്? ഫീലിംഗ് സാഡ്, ഫീലിങ്സ് ദാറ്റ്സ് ട്രൂ. ഫീലിങ്സ് കം ആൻഡ് ഗോ. ഐ എം നോട്ട് സെയിങ് മെൻ്റൽ ഇഷ്യൂസ് ആർ നോട്ട് ദെയർ. മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഐ ഹാവ് ഓൾസോ എക്സ്പീരിയൻസ് ഇറ്റ്. പക്ഷേ ഞാൻ ഈ ഡിപ്രഷൻ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദറ്റ് കോൺസെപ്റ്റ്. ഫീലിംഗ് സാഡ് ഇസ് ഓക്കെ, ബട്ട് വാട്ട് ഇസ് ഡിപ്രഷൻ ബ്രദർ? ഐ ഡോണ്ട് നോ. ഫീലിംഗ് സാഡ് ഇസ് ഓക്കെ. എത്ര ദിവസം ഇരിക്കും? ഐ ഡോണ്ട് നോ. ഇപ്പം ഞാൻ പറയുന്നു ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്താണ് ഡിപ്രഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ begin to argue. You will begin to argue and try to prove your point that depression is there, depression is real. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡിപ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് ആർക്കൊരു ഉപയോഗമില്ല. ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്നവർക്ക് ഈ പറയുന്ന സാധനം കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇല്ലല്ലോ, നഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സാധനം കൊണ്ട് നഷ്ടം മാത്രം നിനക്കും നിൻ്റെ ജീവിതത്തിലും നിൻ്റെ മൊത്തം ലൈഫിലും നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുന്നത്? അത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ആർഗ്യൂ ചെയ്യുന്നത്? അതിന് പകുതി കഷ്ടപ്പാടില്ലല്ലോ. ഒന്ന് എണീറ്റ് വർക്കൗട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ ഒന്ന് എണീറ്റ് മേക്ക് യുവർ സെൽഫ് യൂസ്ഫുൾ ടു ദ വേൾഡ്, ടു യുവർ സെൽഫ്. സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം ബൈ സിറ്റിംഗ് ഐഡിൽ ആൻഡ് തിങ്കിങ് ഓൾ കൈൻഡ് ഓഫ് ബുൾഷിറ്റ്. ഞാനിപ്പോൾ പറയുന്നത് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അറഗൻ്റായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യമുണ്ടെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ എടുക്കാം. അല്ല, ഞാൻ പറയുന്ന പൊട്ടത്തിലാണെന്ന് വിചാരിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഐ ഡോണ്ട് ഗിവ് എ സോളിറ്ററി ഷിറ്റ്. റിയലി ഐ ഡോണ്ട്. ബിക്കോസ് ഞാൻ നിങ്ങളെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തുന്നില്ല. ബിക്കോസ് ഞാനും നിങ്ങളെപ്പോലെ ഇരുന്നിട്ടുണ്ട്. എനിക്കിതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ ഞാനും പലപ്പോഴും എൻ്റെ ലൈഫിൻ്റെ പല സ്റ്റേജസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ എൻ്റെ ലൈഫ് കുറേ ഡീഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഐ നോ ഇറ്റ്സ് നോട്ട് റിയൽ. കാരണം ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ കയറി വന്നിട്ടുണ്ട്, പല സിറ്റുവേഷനിൽ. അങ്ങനെ കയറി വരാൻ എനിക്ക് പറ്റുമെങ്കിൽ വിത്ത് മൈ മൈൻഡ് സെറ്റ് എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിനക്കൊന്നും പറ്റുന്നില്ല? നിങ്ങളൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് തന്നെയാണ്, നിങ്ങളൊന്നും വിചാരിക്കാത്തതുകൊണ്ട് തന്നെയാണ്. നീ തന്നെ, ഞാൻ മുമ്പ് എപ്പോഴും പറയുന്ന കാര്യമാണ്, വേറെ ആരും ഞാൻ വിചാരിച്ചിട്ടോ ഞാൻ ഇവിടെ നീ പറഞ്ഞിട്ടോ വായത്തോളടിച്ചിട്ടോ ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. നീ തന്നെ വിചാരിക്കണം, നീ തന്നെ പ്രവർത്തിക്കണം, അല്ലാണ്ട് ഒരു കാര്യമില്ല. സോ ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഞാൻ പറഞ്ഞ ഓവറാക്കുന്നില്ല. വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാകും. കാരണം ഇന്ന് ഞാൻ ഒരു കാര്യമില്ലാണ്ട് ഫുഡും മറ്റൊന്ന് മറിച്ചൊക്കെ എടുത്ത്, ബിക്കോസ് ഐ വാണ്ടഡ് ടു ഷോ ഞാൻ എന്തോ കഴിക്കുന്നതെന്ന്. ഇന്ന് ഞാൻ ഒരു മീൽ കഴിച്ചിട്ടുള്ളൂ. ദിസ് വാസ് മൈ സെക്കൻഡ് മീൽ.
ആൻഡ് ദിസ് വാസ് മൈ പ്രോപ്പർ മീൽ. എനിക്കൊരു ദിവസം 120 to 130 grams ഓഫ് പ്രോട്ടീനാണ് എൻ്റെ ഗോൾ. അപ്പം ത്രൂ ഔട്ട് ദ ഡേ ഒരു 50 grams, കാരണം ഞാൻ 2 പ്രോട്ടീൻ ബാർ കഴിച്ചായിരുന്നു ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട്. സോ ഓൾമോസ്റ്റ് 50 grams അതൊന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അല്ലാണ്ട് മിസ്ലേനിയസ് എല്ലാം കൂടി എടുത്തൊരു 50 grams. പിന്നെ ഇപ്പം കഴിച്ചായിരുന്നു ഓൾമോസ്റ്റ് 75 grams. സോ amounts up to 120 grams. So it's somewhere in between and I'm fine with that. അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്, ജസ്റ്റ് ടു ഷോ യു, വേറെ ഒന്നുമില്ല. സോ അത്യാവശ്യം ലെങ്ത് ഉണ്ടോ, സോ ഐ എം നോട്ട് കോംപ്ലിക്കേറ്റിംഗ് തിങ്സ് ആൻഡ് ഐ എം കട്ടിങ് ഇറ്റ് ഷോർട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, ടുഡേ ഇസ് 8th day, പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. ദിസ് ഇസ് 8th day. സോ ഒരാഴ്ച കഴിഞ്ഞു. ഐ ബീൻ വർക്കിംഗ് ഔട്ട് സിൻസ് ലാസ്റ്റ് മന്ത്. പക്ഷേ വിൻ്റർ ആർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഈ മാസം 1ാം തീയതി തൊട്ട് തുടങ്ങിയവർക്ക് കൺഗ്രാജുലേഷൻസ്, യു ആർ കംപ്ലീറ്റഡ് 1 week and you are staying consistent and true to your words. So stay consistent, work hard, stay hard. Bye.